ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ നമ്മുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചിക്കൻ ചുക്കയുടെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ നമുക്ക് താമസിക്കാതെ എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ അതിലേക്ക് ഞാൻ കുറച്ച് സാധനങ്ങൾ എടുത്തിട്ടുണ്ട്. 2 തക്കാളി ആവശ്യമായിട്ടുണ്ട്. അതുപോലെ തന്നെ മീഡിയം സൈസ് 3 സവാള, അതുപോലെ തന്നെ വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളകൊക്കെ നിങ്ങളുടെ എരിവിനനുസരിച്ച് ചേർക്കണേ. ഞാനിവിടെ ഒരെണ്ണേ എടുത്തിട്ടുള്ളൂ കേട്ടോ. എനിക്ക് ആ ഒരു കുറച്ച് എരിവ് മതിയാവും. ഇനി നമുക്ക് അതിലൊരു സവാള ചെറുതാക്കി കട്ടി കുറഞ്ഞ് അരിഞ്ഞിട്ട് ഉപ്പും പഞ്ചസാരയും കൂടെ കൂട്ടി തിരുമ്മി വെക്കണേ. നമുക്കത് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ ബാക്കിയെല്ലാം ഞാനിവിടെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് തയ്യാറാക്കാം. അതിലേക്ക് ഒരു പാൻ വെച്ച് കൊടുക്കാം. പാൻ ഒന്ന് ചൂടാകുമ്പോൾ 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. ഇനി നമ്മൾ ഫ്രൈ ചെയ്യാനായിട്ട് അരിഞ്ഞ് വെച്ചിരിക്കുന്ന നമ്മുടെ സവാളയുടെ കൂട്ട് നമുക്ക് വെളിച്ചെണ്ണയിലോട്ട് ഇട്ടിട്ട് ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കണേ. അപ്പോൾ ഈ ഒരു പരുവാകുമ്പോൾ കോരി മാറ്റാം. ഇനി നമുക്ക് ഈ വെളിച്ചെണ്ണയിലേക്ക് തന്നെ കറി തയ്യാറാക്കാം. അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് അത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. ഇനി അതൊന്ന് മൂത്ത് വരുമ്പോൾ അതിലേക്ക് സവാള ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ പാകത്തിന് ഉപ്പും കൂടി ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. സവാളയൊക്കെ ഒരു ഗോൾഡൻ കളർ ആകുന്നോടം വരെ നമുക്കൊന്ന് വഴറ്റിയെടുക്കേണ്ടതായിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് ഒരു 2 കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് ഇളക്കി കൊടുത്ത് നമുക്ക് ഗോൾഡൻ കളറാക്കാം. ഇപ്പോൾ ഇവിടെ സവാളയൊക്കെ ഗോൾഡൻ കളറായിട്ടുണ്ട്. ഇനി അതിലേക്ക് അരിഞ്ഞ് വെച്ചിരിക്കുന്ന നമ്മുടെ തക്കാളിയും കൂടി ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ പച്ചമുളകും കൂടി ചേർത്ത് കൊടുക്കാം. പച്ചമുളകൊക്കെ നിങ്ങളുടെ എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കണം. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇപ്പോൾ നമ്മുടെ എണ്ണയൊക്കെ ഇവിടെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഈ സമയം നമുക്ക് മസാല ചേർത്ത് കൊടുക്കാം. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ 2 ടേബിൾ സ്പൂൺ ചിക്കൻ മസാല ചേർത്ത് കൊടുക്കാം. അതുപോലെ 1/2 ടീസ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് മസാലയുടെയൊക്കെ പച്ചമണം മാറുന്നോടം വരെ നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഇവിടെ നന്നായിട്ട് ഞാനിവിടെ വഴറ്റിയെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മുടെ സവാളയില്ലേ, അതെല്ലാം ഞാനിവിടെ അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മളത് ഫ്രൈ ചെയ്ത് വെക്കുന്ന അരച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ്. ഞാൻ ഫ്രൈ ചെയ്ത പോലെ എല്ലാ കറിയിലേക്ക് ചേർക്കുന്ന അരച്ചാണ് ചേർക്കുന്നത്. അപ്പോഴാണ് നമ്മുടെ കറിക്ക് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാകും കേട്ടോ. അപ്പോൾ നിങ്ങൾ ഇങ്ങനെ ഒന്ന് തയ്യാറാക്കി നോക്കണം കേട്ടോ. ഇനി നമുക്ക് നന്നായിട്ട് അതൊന്ന് ഇളക്കി കൊടുക്കാം. പിന്നെ നമ്മുടെ ആ മസാലയുടെയും എല്ലാം പച്ചമണം ഒന്ന് മാറാൻ വേണ്ടിയിട്ട്, എണ്ണയൊക്കെ തെളിഞ്ഞ് വരാൻ വേണ്ടിയിട്ട് നമുക്കൊന്നുകൂടി ഒന്ന് മൂടി വെച്ച് കൊടുക്കാം. ഇപ്പം നമ്മുടെ ഉള്ളിയുടെയൊക്കെ മസാലയുടെയൊക്കെ പച്ചമണമൊക്കെ മാറി വരുന്നുണ്ട്, ആവിയൊക്കെ വന്നിട്ടുണ്ട്. ഇത് 1/2 കിലോ ചിക്കനാണ്. അതിലേക്ക് ഞാൻ മഞ്ഞൾപ്പൊടിയും ചേർത്തിട്ട് കഴുകി വൃത്തിയാക്കിയിട്ട് മഞ്ഞൾപ്പൊടി ചേർത്ത് വെച്ചേക്കുന്നതാണ്. ഇനി നമുക്ക് ഇപ്പോൾ നമ്മുടെ എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമ്മളൊക്കെ വെച്ചിരിക്കുന്ന നമ്മുടെ ചിക്കൻ അതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. ഫ്രൈ ചെയ്ത സവാളയൊക്കെ അരച്ച ആ ഒരു സ്മെല്ലിങ്ങനെ അത് തുറക്കുമ്പോൾ നല്ലൊരു സ്മെല്ലിങ്ങനെ വരും കേട്ടോ. ഇനി നമുക്കൊന്ന് അടച്ച് വെച്ച് വേവിച്ചെടുക്കണം. അപ്പോൾ ഇവിടെ ഒരു 25 മിനിറ്റൊക്കെ ആയിട്ടുണ്ട്. നമ്മുടെ കറിയൊക്കെ എണ്ണയൊക്കെ തെളിഞ്ഞ് നല്ല സൂപ്പറായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അത് തുറക്കുമ്പോൾ തന്നെ ആ ഫ്രൈ ചെയ്ത് വെച്ച ആ ഒരു സവാളയുടെ കൂട്ടല്ല നമ്മൾ അരച്ച് ചേർത്തേ, അതിൻ്റെയൊക്കെ മണം ഇങ്ങനെ വരിക കേട്ടോ. നല്ല അടിപൊളിയായിട്ട് നമ്മുടെ കറി കിട്ടിയിട്ടുണ്ട്. നമുക്ക് ഉപ്പും കൂടെ നോക്കിയിട്ട് നന്നായിട്ട് നമുക്ക് കറിയൊക്കെ ഇവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഈ അടുപ്പൊക്കെ ഓഫാക്കിയിട്ടുണ്ട്. അപ്പോൾ നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ ചിക്കൻ ചുക്ക ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്താൽ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നോടം വരെ ബൈ ബൈ.